ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന തീയതി വന്നതോടുകൂടി എല്ലാ കണ്ണുകളും വിവിധ സംസ്ഥാനങ്ങളിലേക്കായി. ചിലയിടങ്ങളിൽ 7 തവണയായിട്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. അത് ബീഹാർ, അതുപോലെ ബംഗാൾ, ഉത്തർപ്രദേശ്, ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമായി 162 ലോക്സഭാ സീറ്റുകളാണുള്ളത്. 7 ഘട്ടങ്ങളിലാണ് അവിടെ പോകുന്നത്. ആന്ധ്രാപ്രദേശിന്റെ കാര്യം തന്നെ നോക്കൂ. അവിടെ 3 പാർട്ടികൾ നേർക്കുനേർ പോരാട്ടമാണ്. കോൺഗ്രസും YSR കോൺഗ്രസ്, അതുപോലെ തന്നെ TDP. BJP കുറി TDPയുമായി സഖ്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, പവൻ കല്യാണിന്റെ പാർട്ടിയും ഇതിനോടകം തന്നെ BJPയും TDPയും ഒരുമിക്കുന്ന മുന്നണിയിൽ അംഗമായിരിക്കുന്നു. വലിയ പോരാട്ടം തന്നെയാണ് ആന്ധ്രാപ്രദേശിൽ നടക്കുന്നത്. നമുക്കറിയാം, ജഗൻമോഹന്റെ സർക്കാർ ശർമിളയ്ക്കെതിരെയുള്ള സന്ധിയില്ല പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ശർമിളയ്ക്ക് മുന്നേറ്റം ലഭിക്കും എന്ന സൂചന വന്നത് മുതൽ സഹോദരനായ ജഗൻമോഹൻ റെഡ്ഡിക്ക് അധികാരം നഷ്ടപ്പെടുമോ എന്ന ആവലാതി നല്ലപോലെയുണ്ട്. അധികാരത്തിന് മുമ്പിൽ ഒരു രീതിയിലുള്ള ബന്ധവും കാത്തു സൂക്ഷിക്കാത്ത ജഗൻമോഹൻ റെഡ്ഡിക്ക് സ്വന്തം സഹോദരിയെന്നൊന്നുമില്ല. അധികാരത്തിന് വേണ്ടി ഏത് രീതിയിലും രാഷ്ട്രീയ പോരാട്ടം നടത്താൻ ജഗൻമോഹൻ റെഡ്ഡി തയ്യാറായിരിക്കുന്നു. എന്നാൽ ജഗൻമോഹനെ ആ കസേരയിൽ അവരോധിച്ചത്, അവിടെ എല്ലാ രീതിയിലും അധികാരം കൊണ്ടുവരാൻ സഹായിച്ചത് ശർമിളയായിരുന്നു എന്നുള്ളത് മറക്കണ്ട എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. അതേ ശർമിളയ്ക്ക് തിരിച്ച് കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള ചങ്കുറപ്പുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് കൃത്യമായും വിശ്വസിക്കുന്നത്. YS രാജശേഖര റെഡ്ഡിയുടെ എല്ലാ രീതിയിലുള്ള പ്രതാപവും അതുപോലെ തന്നെ മകളിലേക്കും കിട്ടിയിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ആന്ധ്രയുടെ മണ്ണിൽ പുതിയ ഒരു വിധിയെഴുത്ത് തന്നെയായിരിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 22 സീറ്റുകളും YSR കോൺഗ്രസ് തൂത്തുവാരി. ഒരു ഘട്ടത്തിൽ മുഴുവൻ സീറ്റും തൂത്തുവാരും എന്ന രീതിയിലേക്കായിരുന്നു. 3 സീറ്റുകളാണ് TDP ജയിച്ചത്. അതും വളരെ നിസ്സാരമായ മാർജിനിൽ മാത്രമാണ് ആ 3 സീറ്റുകൾ ജയിക്കാൻ കഴിഞ്ഞത്. ഇക്കുറി പക്ഷേ കോൺഗ്രസിന് ഒരുപിടി സീറ്റുകൾ ലഭിച്ചേക്കാം എന്നുള്ള സൂചനയാണ്. ജയറാം രമേശ് അടക്കമുള്ള ദേശീയ നേതാക്കൾ ആന്ധ്രയിൽ കൂടുതലായി കേന്ദ്രീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയപരമായി ആന്ധ്രയിൽ തിരികെ വേരോട്ടം കൊണ്ട് സ്ഥാപിക്കാൻ അവർക്ക് കഴിയും എന്ന പ്രതീക്ഷയുണ്ട്. തെലങ്കാനയിൽ സ്ഥാപിച്ചതുപോലെ ഒരു മുന്നേറ്റം ആന്ധ്രയിലും സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് കിട്ടുന്ന വലിയ അംഗീകാരം തന്നെയായിരിക്കും. സമസ്ത മേഖലകളിലും അധികാരം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ തീർച്ചയായും സംസ്ഥാന തലസ്ഥാനം വിജയവാഡയിലേക്കോ വിശാഖപട്ടണത്തേക്കോ മാറ്റുന്ന രീതിയിലേക്കായിരിക്കും കോൺഗ്രസ് അവിടെ പ്ലാൻ ചെയ്യുന്നത്.